ഭയങ്കര ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലായിരുന്നു. മുകളിൽ കൂടെയുള്ള കാറ്റല്ലായിരുന്നു, അടിയിൽ കൂടെ താഴെ കൂടെ വന്ന കാറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് വീണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ തന്നെ നഷ്ടമുണ്ടെങ്കിൽ തന്നെയും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. അതൊരു ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലുള്ള ശക്തമായ കാറ്റാണ് കോട്ടയം ജില്ലയിൽ ഇന്നലെ രാത്രിയോടെ വീശിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുമ്മനത്താണ്. കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിൽ ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ശക്തമായ രീതിയിലുള്ള കാറ്റ് വീശി 500 വർഷത്തിലധികം പഴക്കമുള്ള കാഞ്ഞിരമരം കടപുഴകി വീണു. അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ള മരമാണ്. ഏകദേശം ഈ പ്രദേശത്തെ അതേപോലെ ഈ നടപ്പന്തൽ, അതുപോലെ തന്നെ വലിയ നടപ്പന്തൽ, ആനക്കോട്ടൽ ഉൾപ്പെടെയുള്ളവ ഈ മരം കടപുഴകി വീഴുന്നത് കാരണം തകർന്നിട്ടുണ്ട്. പ്രാഥമികമായി ഏകദേശം 50 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളൊക്കെ ചേരുകയാണ്. ശക്തമായ കാറ്റുണ്ടായിരുന്നല്ലോ ഇന്നലെ? ഭയങ്കര കാറ്റായിരുന്നു. ഒരു 7:30 ആയപ്പോൾ തന്നെ 7:30ക്കാണ് ഈ മരം താഴോട്ട് വീഴുന്നത്. അപ്പം ഞങ്ങളുടെ നടപ്പന്തലിൻ്റെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും പറ്റാതെ തന്നെ മരം താഴോട്ട് വീണു. അതൊരു വലിയ ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കേരളത്തിൽ തന്നെ ഇതുപോലുള്ള 500 വർഷം പഴക്കമുള്ള ഈ കാഞ്ഞിരമരം ഇല്ലെന്ന് തന്നെ പറയാം. അത്ര ഒരു ദൈവികമായിട്ടുള്ളൊരു മരമാണിത്. മറ്റ് പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ അപകടം മരം കടപുഴകി വീണതോ അങ്ങനെ അല്ലെന്ന് അറിയില്ല. പക്ഷേ നല്ല കാറ്റുണ്ടായിരുന്നു. അതിഭയങ്കര കാറ്റായിരുന്നു. അതിഭയങ്കര ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലായിരുന്നു. മുകളിൽ കൂടെയുള്ള കാറ്റല്ലായിരുന്നു, അടിയിൽ കൂടെ താഴെ കൂടെ വന്ന കാറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് വന്ന് അടിച്ച് ഇത് വീഴുന്ന ശബ്ദം കേട്ട് രാത്രിയായിരുന്നു. പിന്നെ നാളെ വരത്ത് കമ്പമല്ലേ ഒടിഞ്ഞ് വീണിട്ടുള്ളതായിരിക്കും. മരം മുഴുവനുണ്ടെന്നുള്ള ഇത് നോക്കി തീർന്നു കഴിഞ്ഞ് നോക്കി ഇല്ലായിരുന്നല്ലോ നമുക്ക്. ഈ മരം വീഴുമെന്നുള്ള ചിന്താഗതി ഇല്ലായിരുന്നു. എത്ര രൂപയുടെ നഷ്ടം? ഏകദേശം 50 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ആൾക്കാർ അങ്ങനെ വന്നിട്ട് പിന്നെ ഇന്നലെ ഇപ്പം ഇവിടുത്തെ വലിയ ഓഫീസറെല്ലാം വരുമെന്ന് പറഞ്ഞു. എല്ലാവരും വിളിച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രദേശത്ത് വേറെ ഇങ്ങനെ പ്രദേശത്ത് ഇപ്പം ഈ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അതിനാൽ ഇതെല്ലാം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് 1 വർഷം ആകുന്നേ ഉള്ളൂ. ഇത് പുതിയ സാധനങ്ങൾ അതെല്ലാം ഉണ്ടാക്കിയിട്ട് ഈ കഴിഞ്ഞ മീനപ്പറിന് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കിയ ഇതാണ്. എല്ലാം പുതിയതായിട്ട് എല്ലാ നാട്ടുകാരുടെ സഹകരണത്തോടും എല്ലാം കൂടി ഉണ്ടാക്കിയാണ്. ഇത് ഈ കാഞ്ഞിരെന്ന് പറയുന്നത് വർഷങ്ങൾ പഴക്കമുള്ള 500 വർഷം ഞങ്ങളുടെ മുത്തച്ഛന്മാർക്ക് പോലും ഓർമ്മയില്ല. അതുപോലെയുള്ള കാഞ്ഞിരമാണ്. ഇത്രയും മണ്ണും ഇതൊക്കെ കണ്ടില്ലേ, പഴക്കം ഭയങ്കര നല്ല പഴക്കമാണ്. ദീപാരാധന കഴിഞ്ഞ സമയത്തായതുകൊണ്ട് വലിയ അപകടം ആളപായമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നല്ല കാറ്റും മഴയായിരുന്നു, കറണ്ടും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയമായതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇന്നൊക്കെ ആണെങ്കിൽ കർക്കിടക മാസം 1-ാം തീയതിയാണ്. വൈകുന്നേരം ദീപാരാധനയ്ക്ക് നല്ല ആളുകളാണ്, ഒത്തിരി ആൾക്കാരുണ്ട്. ഈ നടപ്പന്തലുമാണ്, അതിനകത്ത് ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുന്ന സമയങ്ങളാണ്. കറക്റ്റ് ആ സ്ഥലത്തേക്കാണ് വന്ന് വീണത്. അതുകൊണ്ടെല്ലാം ദൈവാധീനം, ദേവിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. ആൾക്കാർക്ക് ആപത്തുണ്ടാകാതെ ഇത് വീണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ തന്നെ നഷ്ടമുണ്ടെങ്കിൽ തന്നെയും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. അതൊരു ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ശക്തമായ രീതിയിലുള്ള കാറ്റ് തന്നെയാണ് വീശിയത്. ഏകദേശം ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നമുക്കറിയാം 500 വർഷത്തിലധികം പഴക്കമുള്ള ഒരു മരം കടപുഴകി വീഴുമ്പോൾ കാറ്റ് എത്രത്തോളം ഭീകരമായിട്ടാണ് ഇവിടെ വീശിയിട്ടുണ്ടാകുന്നതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കോട്ടയത്ത് നിന്ന് ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് ടി, മാതൃഭൂമി ന്യൂസ്.